പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സീസൺ 3യുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. Voice of Goodness Season 3. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ. മനോജേട്ടാ, സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. സിസ്ലി, സ്വാഗതം. വെൽക്കം ഗുഡ്നസ് ബാൻഡ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ഇന്നത്തെ എപ്പിസോഡ്. ജിയ, തെരേസ, സോണിയാണ് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാനായിട്ട് എത്തുന്നത്. വരൂ ജിയ. ഹായ് ജിയ, സുഖമായിട്ടിരിക്കുന്നോ? മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 12th. ഓക്കെ, സ്ഥലം? ആലപ്പുഴ. ഓക്കെ, യാത്രയൊക്കെ സുഖമായിരുന്നു? എന്താ സബ്ജക്ട് ഏതാ? ബയോമാക്സ്. ഓ, അപ്പം എൻട്രൻസ് കോച്ചിങ്ങും ഉണ്ടോ? ഇപ്പൊ ഇതിനിടയിലൊക്കെ പാട്ട് എങ്ങനെ മോള് ബാലൻസ് ചെയ്തതിന്റെ ഇടയിലൊക്കെ എങ്ങനെയാ പാട്ടിന് പഠിക്കാനും പാട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊക്കെ കണ്ടെത്തുന്നത്? ഇങ്ങനെ പഠിച്ച് ബോറടിക്കുമ്പോ ഇടയ്ക്ക് പാട്ട് കേൾക്കും. ആഹാ, പാട്ട് കേൾക്കുള്ളൂ, പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലാസിക്കൽ ട്രെയിനിങ്ങും എടുക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ പഠിക്കാനുള്ള തിരക്കുകൾ കാരണം ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണോ? അതെ. കുറെ നാളുകൾ പാട്ട് പഠിച്ചിരുന്ന ആളാണല്ലേ? അപ്പോ പള്ളിയിലെ ഇടവകയിലൊക്കെ എങ്ങനെയാ സൺഡേസ് പോവുക, അല്ലെങ്കിൽ ഓരോ പള്ളിയിലെ എന്തെങ്കിലും പരിപാടികൾക്ക് പാടുക, അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണോ? ചെറുതായിട്ട്. ആണോ? മിസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിനിടയിലും ഇത്തരത്തിലുള്ള ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വരാനായിട്ട് ജി എടുത്ത ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാ? നല്ലൊരു അവസരമാണ് എന്റെ കഴിവ് വളർത്തിയെടുക്കാനും പിന്നെ ഈശോയ്ക്ക് വേണ്ടി പാടാനും. അപ്പൊ എന്തായാലും വരാമെന്ന് തോന്നി. അതെ. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഇവിടെ വരുന്ന കുറെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയോ? കുറച്ച് പേരൊക്കെ ഉണ്ടാക്കി. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മോൾക്ക് ഈശോയോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രാക്ടീസ് സെഷൻ ആയിക്കോട്ടെ, പാട്ട് പഠിക്കുന്ന രീതിയൊക്കെ ആയിക്കോട്ടെ, അപ്പം ഒരു മടുപ്പോ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നാറില്ലല്ലോ? ഇല്ല. ശരി, അങ്ങനെ മോള് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഏത് പാട്ട് പാടാനാ? മാതാവിന്റെ ആണോ? ഓക്കെ, ഇത് ആരാ സെലക്ട് ചെയ്തത്? അമ്മ സെലക്ട് ചെയ്തത്. ഓക്കെ, ശരി. ഇപ്പൊ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഈ പാട്ട്. ശരി, നമുക്ക് ജിയയുടെ ആ മാതാവിനെ വാഴ്ത്തി പാടുന്ന ആ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. നന്നായിട്ട് പാടണം കേട്ടോ. Voice of Goodness Season 3. Voice of Goodness Season 3. തുള്ളി വീഴാതെ കൂടാരമെന്ന പോ പാപക്കാറ്റേശാതെ തണൽ മരമെന്ന പോൽ വേലേറ്റു വാടാതെ മഴ നിലാവെന്ന
കാറ്റേശാതെ തണൽ മരമെന്ന പോൽ വെയിലേറ്റു വാടാതെ മഴ നിലാവെന്ന പോൽ മനം മടുത്തിടാതെ മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം കൃപയുടെ നിറവായ തായേ കർത്താവിൻ ദാസിയമമ്മേ ത്രിലോകരാണിയം മരിയേ പാവന കന്യയാം ധന്യേ പത്തിരട്ടി സ്നേഹത്തോടെ പ്രിയനേശുവിനെ കാണാനായി പത്തിരട്ടി സ്നേഹത്തോടെ പ്രിയനേശുവിനെ കാണാനായി പരിശുദ്ധരാജ്ഞി മാതാവേ എന്നും നൽകണമേ നിത്യസഹായം പരിശുദ്ധരാജ്ഞി മാതാവേ എന്നും നൽകണമേ നിത്യസഹായം കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ തണൽ മരമെന്ന പോൽ വെയിലേറ്റു വാടാതെ മഴ നിലാവെന്ന പോൽ മനം മടുത്തിടാതെ മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ ജിയ, അങ്ങനെ നല്ലൊരു മാതാവിന്റെ ഗാനത്തോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് അതിവിടെ പെർഫോം ചെയ്യുകയും ചെയ്തു ജിയ, അല്ലേ? ഒരു ടെൻഷനും ഇല്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റി, അല്ലേ? ചോദിക്കട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടോ? അതോ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ വെച്ചാ തെറ്റ് പറ്റിയിട്ടുണ്ടോ? ജിയ തെരേസ് വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. ഒരു കൂൾ സിംഗിങ് ആയിരുന്നു. താങ്ക് യു അച്ഛാ. അധികം ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? കുറച്ചുണ്ടായിരുന്നു. നല്ല ശബ്ദമാണ്, നല്ല ഓർക്കസ്ട്രൽ വോയിസ് എന്ന് പറയും. അങ്ങനെ പറയും, മനസ്സിലാവണ്ട? ഓർക്കസ്ട്രൽ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു 3000 ഡെസിബൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്ര അങ്ങനെ ഒന്നല്ല, അതിൻ്റെ മേലേക്ക് കേൾക്കും വോയിസ്. പിന്നെ ഓർക്കസ്ട്രൽ വോയിസ് എന്ന് പറയുന്നത്. ചില വോയിസ് ഓർക്കസ്ട്ര വരുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് കേട്ടു എന്ന് വരില്ല, താഴേക്ക് വോളിയം കൂട്ടേണ്ടി വരും. വെരി ഗുഡ്. പിന്നെ 1-2 സ്ഥലത്ത് ഒരു ക്ലാരിറ്റി കുറവ്. മരുവിലൻ തുടക്കത്തിൽ പാടി കഴിഞ്ഞപ്പോൾ, പല്ലവിയിൽ പാടി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ക്ലിയർ ആയില്ല. പിന്നെ അത് ശരിയായി വന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ടിൽ. ഇത് ആരാ അതിൽ എഴുതിയിട്ടുള്ളതും മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? ജോസ് പനച്ചിക്കാട്ട് സാറ് ലിറിക്സ് എഴുതി, ഫാദർ ഷാജി തുമ്പച്ചറച്ചൻ മ്യൂസിക് ചെയ്തു. ഞാനധികം കേൾക്കാത്തൊരു പാട്ടാണ് അത്, അതുകൊണ്ടൊരു പുതുമ തോന്നിയിരുന്നു എനിക്ക് പാട്ടിൽ. ഏതായാലും നന്നായി പാടി. പ്രത്യേക അഭിനന്ദനങ്ങൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ജിയമോൾ എന്തോ ജിയമോൾ വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ ഒരു വോയിസിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ ഒരു പുതുമ തോന്നി.
നല്ല ഒരു മെലഡി ആയിരുന്നു, നല്ല മെലോഡിയസ് സോങ്. അത് വിത്ത് യുവർ സോൾഫുൾ സിംഗിങ്, നല്ല ഫീലോടുകൂടി മോൾ ഈ പാട്ട് പാടി. എനിക്ക് തോന്നുന്നൊരു ഒരു അൺഎക്സ്പ്ലോർഡ് വോയിസ് എന്നൊക്കെ പോലെ തോന്നി. കാരണം ഒരു പുതുമയുണ്ടായിരുന്നു എല്ലാം കൊണ്ടും. എന്ന് പറഞ്ഞാൽ നല്ല മെലഡി, പിന്നെ നല്ല വോയിസ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ വോയിസിൻ്റെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ലോലും നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരും, അതുപോലെ തന്നെ ഹൈ ആണെങ്കിൽ തന്നെയും നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച നല്ലൊരു വോയിസാണ് മോൾക്കുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ മോൾ നല്ല ഫ്രേസിംഗ് ഒക്കെ നല്ല രസമായിട്ട് വന്നു ചില ഏരിയാസൊക്കെ. ആകെ എനിക്കൊരു ഇത് തോന്നിയതിൻ്റെ പിച്ച് ഇത് തന്നെയാണോ? സെയിം ആണല്ലേ? പക്ഷെ കുറച്ചുകൂടെ മേ ബി ഒരു അങ്ങനെ കൂട്ടുമായിരുന്നെങ്കിൽ ഒരു ഡിയോ ഈ മൈനറിലൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കൂ. ചിലപ്പോൾ കുറച്ചുകൂടെ ആ ഒരു പ്രസൻസ് ഒക്കെ കൂടുതൽ വരാം. അതിനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിഷത്തുള്ളി വീഴാതെ കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ തണൽ മരമെന്ന പോൽ വെയിലേറ്റു വാടാതെ മഴ നീലാവെന്ന പോൽ മാനം മടുത്തിടാതെ മറിയമെന്നാശ്രയം മരുവിലൻ സാന്ത്വനം. അനുപല്ലി കൂടെ പാടാവോ? കാരിരുമ്പോ തോൽക്കും കനിവേ കാനായിലെ പ്രിയ മധ്യസ്ഥേ കന്യാവൃതയായ മാതേ കാവലാം കാരുണ്യവിളക്കേ ക്രിസ്ത്യാനിക്കഭയം നീ കർമ്മല കുസുമം നീ ക്രിസ്ത്യാനിക്കഭയം നീ കർമ്മല കുസുമം നീ കരതാരിൽ നൽകുന്നെന്നെ ഞാൻ അമ്മേ കരുതലോടെന്നെ കാക്കണമേ. വാവ്, ബ്യൂട്ടിഫുൾ. കാരണം ഈ സ്കെയിലിൽ പാടുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഒരു എനർജി വന്നു, കുറച്ചുകൂടെ പ്രസൻസ് ഓഫ് വോയിസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആകെ തോന്നിയത് പ്രത്യേകിച്ച് ചരണത്തിലാണ്, ഒത്തിരി ലോ ആയ പോലെ തോന്നി. പക്ഷേ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു സർ. കാരണം ഈരിപ്പോൾ ഒരു നമ്മുടെ ഒരു 2 സെമിറ്റോൺ കൂട്ടിയാണ് ഇപ്പോൾ നമ്മൾ പാടി നോക്കിയത്. പക്ഷെ അതിലാകുമ്പോൾ കുറച്ചുകൂടെ യു ഹാവ് ലോട്ട് ഓഫ് പ്രസൻസ് ഇൻ യുവർ വോയിസ്. അപ്പോൾ അങ്ങനെയൊക്കെ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പാടി നോക്കുമ്പോൾ ചിലപ്പോൾ ഒറിജിനൽ കീ തന്നെയായിരിക്കാം, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ചിലപ്പോൾ ഒരു പിച്ച് അല്ലെങ്കിൽ ഒരു നോട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ മോള് നല്ല വോയിസാണ്, നന്നായിട്ട് പാടി, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് സ്റ്റിൽ യു ആർ ഏബിൾ ടു ഡു ഇറ്റ്. ഓക്കെ, ഹാറ്റ്സ് ഓഫ് ടു യു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പാടാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. സിസ്ലി ജിയ, എന്തോ മോള് കഴിഞ്ഞ റൗണ്ട് ഏതായിരുന്നു പാടിയത്? ഒരു റൗണ്ട് അല്ലേ പാടിയിട്ടുള്ളൂ? മെലഡി റൗണ്ടില് നാവിലോസ്തി. അപ്പോ ആ പാട്ട് പാടിയിട്ട് ഇന്നിവിടെ പാടാൻ എത്തിയപ്പോ മോൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം തോന്നിയോ? കുറച്ചുകൂടെ റിലീവ്ഡ് ആയിട്ട് പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. ആണല്ലേ? കുറച്ചുകൂടെ പരിചയമായി വരുന്നു അല്ലേ? നമുക്ക് ആ സ്റ്റേജും ഒക്കെ ഇച്ചിരി കൂടെ ഒന്ന് പരിചയമായി രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ. പിന്നെ 3ാമത്തെ റൗണ്ട് വരുമ്പോൾ കുറച്ചും കൂടെ പരിചയമാവും. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ ഈ തണുപ്പോ അല്ലെങ്കിൽ ലൈറ്റ്സോ അല്ലെങ്കിൽ ക്യാമറയോ ഇതൊന്നും പിന്നെ ഒരു മാറ്റർ ആവില്ല. ഇപ്പം നമ്മളിതെല്ലാം കാണുന്നുണ്ടാവും, പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആവില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഫേർണിച്ചർ അവിടെ ഇരിക്കുന്നു, ആ ഷെൽഫ് അവിടെ ഇരിക്കുന്നു, അപ്പം നമ്മൾ അവെയറാണ് അവിടെ പോയി തട്ടരുത്, ഇങ്ങനെ ടേൺ ചെയ്താലേ നമുക്ക് അടുക്കളയിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ആദ്യം ഒരു വീട്ടിലോട്ട് വരുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കും. പിന്നെ ആകുമ്പോൾ നമ്മൾ അറിയാതെ നടക്കും, അല്ലെങ്കിൽ കണ്ണടച്ച് നടക്കാം എന്നുള്ളൊരു പരുവത്തിന് നമ്മൾ എത്തും. നമ്മൾ ആ ഫെമിലാരിറ്റി വരും. പിന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പോലെ ഒരു ഫെമിലാരിറ്റി പിന്നെ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഫുള്ളി ആ സോങ്ങിലേക്ക് ഇമേർജ്ഡ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് മോള് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോന്ന്. അപ്പോൾ അത് നമ്മുടെ പാട്ടിലും ഉണ്ട്. മോൾ ആദ്യം വന്ന് പാടിയ റൗണ്ടിനേക്കാളും ഒരു കുറച്ചും കൂടി ഇൻവോൾവ്മെൻറ്റ് ഈ പാട്ടിലുണ്ടായിരുന്നു.
അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് തോന്നിയ ഞാൻ എഴുതിയിരിക്കുന്ന പ്രേയർഫുൾ സോങ് എന്നാണ്. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഈ പാട്ട് അധികം അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അമ്മയാണ് സെലക്ട് ചെയ്തത് അല്ലേ? നല്ല സോങ്. എനിക്ക് തോന്നുന്നു നമുക്കാണെങ്കിലും ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയൊരു സോങ് ആണ്. കേൾക്കും തോറും പാടും തോറും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. പിന്നെ മോളുടെ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്. മോള് ഇൻവോൾവ് ചെയ്ത് പാടുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒഴുകി പോകുമ്പോൾ വാക്കുകൾ വ്യക്തമാവില്ല. അപ്പം മോൾക്ക് വാക്കുകൾ വ്യക്തമായിക്കൊണ്ട് തന്നെ ഇൻവോൾവ് ചെയ്ത് പാടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ആ ലൈൻസ് ഒക്കെ ഞാൻ ഗുഡെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ സെക്കൻഡ് ലൈൻ എന്താ പറയുന്നത്? കൂടാരം എന്ന പോൽ പാപ കാറ്റേശാതെ, അത് വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ. മരുവി ലെൻ എന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കണം. ക്രിസ്ത്യാനിക്ക് അഭയം അല്ലേ? അത്രയും സ്ട്രെസ് കൊടുക്കുന്നില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ചില കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് മോള് നല്ല ഇൻവോൾവ് ചെയ്ത് പാടി. ദാറ്റ്സ് റിയലി സീൻ ഇൻ ദിസ് സോങ് കേട്ടോ. സോ വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ജിയക്ക്? ഇല്ല. ജിയയുടെ എപ്പിസോഡും വന്നല്ലോ അല്ലേ? അന്ന് എത്ര മാർക്കായിരുന്നു? അന്ന് 24. അതിലും ഹാപ്പി ആയിരുന്നു? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വന്നതെങ്കിൽ ഇന്നിപ്പോ എന്താ മോള് പ്രതീക്ഷിക്കുന്നത്? കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുവാണെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയല്ല. എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ എന്താണെന്ന്. ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലേ? ശരി സിസ്ലി. സോ ഡെഫിനറ്റ്ലി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ 8.5. താങ്ക് യു മാം. മനോജ് ചേട്ടാ? അതേ ഇംപ്രൂവ്മെന്റിന് 8.5. താങ്ക് യു സർ. 8.5. താങ്ക് യു അച്ഛാ. അപ്പൊ 24 നിന്നും 1.5 മാർക്കും കൂടെ അങ്ങ് കൂടുതൽ തന്നു. ഇപ്രാവശ്യം 25.5 മാർക്കാണ് 30 വന്നിരിക്കുന്നത്. ഹാപ്പി ആണല്ലോ? ഓക്കെ ശരി ജിയ. പക്ഷേ ഇനി അടുത്ത ഒരു പാട്ടും കൂടെ മോൾക്ക് ഫസ്റ്റ് നമ്പറാണ് കാറ്റഗറിയിലുള്ള പാട്ടാണ് ഇനി പാടേണ്ടി വരാം. അതിന് വരുമ്പം ഒരു 27 എന്തായാലും വാങ്ങി വേണം ഇവിടുന്ന് പോവാൻ കേട്ടോ. ശരി കാണാം. ഇനി നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം നെവിൻ ചാക്കോ. ഹായ് നെവിൻ. സുഖമായിട്ടിരിക്കുന്നോ? മോൻ ഏത് ക്ലാസ്സിലാണ്? 9. ഓക്കെ. സ്റ്റഡീസ് എല്ലാം നന്നായിട്ട് പോകുന്നു? പാട്ട് പഠിത്തമൊക്കെ എങ്ങനെ പോണു? പള്ളിയിൽ പാടാൻ പോകുന്നുണ്ടല്ലോ? ഉണ്ട്. സൺഡേസ് മാത്രാണോ? അല്ല, പോവാറുണ്ടോ? അപ്പൊ അതെങ്ങനെ സ്കൂളിൽ പോകുമ്പോ സമയം കിട്ടുന്നത്? സ്കൂളിൽ 8 മണിക്ക് പോയത്. അതിനു മുമ്പേ രാവിലത്തെ കുർബാന? അതിന് പോവാറുണ്ടല്ലേ? വെരി നൈസ്. ഓക്കെ. അപ്പൊ മോൻ ഇന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മത്സരിക്കാൻ എത്തുന്നു ഇടവകളിലുള്ളവരുടെ പറഞ്ഞിട്ടല്ലേ വന്നിരിക്കണേ? എന്ത് പറഞ്ഞു എല്ലാവരും? നന്നായിട്ട് പാടണം പറഞ്ഞു. അവര് കണ്ടോ മോന്റെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത്? അത് കണ്ടപ്പോഴെല്ലാരും എന്താ പറഞ്ഞേ? നന്നായിട്ട് പാടി, ഇനി അടുത്ത റൗണ്ടിൽ പോകുമ്പം ആ കറക്ഷൻ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പോണെന്ന് പറഞ്ഞു. മോൻ ഇടവകയിൽ പാടുന്നതിനെക്കാട്ടിലും നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു, അതോ അത്ര വന്നില്ല എന്ന് പറഞ്ഞു? പാടിയെന്നാ പറഞ്ഞേ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും നെവിൻ ചാക്കോ ഇന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ വന്ന് നിൽക്കുമ്പോ നമ്മളെ പോലെ തന്നെ നെവിന് ഇടവകയിലുള്ള എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ഇന്നത്തെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവരുടെയും മനസ്സ് നിറയുന്ന വണ്ണം നല്ലൊരു പാട്ട് നെവിന് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ടിന് ശേഷം കാണാം. താങ്ക് യു. പരമപിതാവാം കാരുണ്യമേ, എൻ ഹൃദയത്തിൽ നീ വന്നണയൂ. പരമപിതാവാം കാരുണ്യമേ, എൻ ഹൃദയത്തിൽ നീ വന്നണയൂ. വേദന തിങ്ങുമെൻ നെഞ്ചിലെ അഗ്നിയിൽ ജീവജലം നീ
ജീവജലം നീ പകരൂ. പരമപിതാവാം കാരുണ്യമേ എൻ ഹൃദയത്തിൽ നീ വന്നണയൂ. നൈർമല്യമോടെ ജീവിതം ബലിയായി നിൻ പദതാരിൽ ഏകുന്നു ഞാൻ. നൈർമല്യമോടെ ജീവിതം ബലിയായി നിൻ പദതാരിൽ ഏകുന്നു ഞാൻ. കാവലായരികിൽ നീ നിന്നിടണേ, പാവന സ്നേഹം ചൊരിഞ്ഞിടണേ. കാവലായരികിൽ നീ നിന്നിടണേ, പാവന സ്നേഹം ചൊരിഞ്ഞിടണേ. പാവന സ്നേഹം ചൊരിഞ്ഞിടണേ. പരമപിതാവാം കാരുണ്യമേ എൻ ഹൃദയത്തിൽ നീ വന്നണയൂ. കാൽവരി മലയിൽ നീ ചൂടിയ മുൾമുടി ഇന്നെൻ്റെ ശിരസിൽ ഞാൻ വഹിച്ചിടുന്നു. കാൽവരി മലയിൽ നീ ചൂടിയ മുൾമുടി ഇന്നെൻ്റെ ശിരസിൽ ഞാൻ വഹിച്ചിടുന്നു. കാരിരുമ്പാണിയാൽ വീണൊര കണ്ണുനീർ ഇന്നെന്നെ നേർവഴി നയിച്ചിടുന്നു. കാരിരുമ്പാണിയാൽ വീണൊര കണ്ണുനീർ ഇന്നെന്നെ നേർവഴി നയിച്ചിടുന്നു. ഇന്നെന്നെ നേർവഴി നയിച്ചിടുന്നു. പരമപിതാവാം കാരുണ്യമേ എൻ ഹൃദയത്തിൽ നീ വന്നണയൂ. വേദന തിങ്ങുമെൻ നെഞ്ചിലെ അഗ്നിയിൽ ജീവജലം നീ പകരൂ. ജീവജലം നീ പകരൂ. പരമപിതാവാം കാരുണ്യമേ എൻ ഹൃദയത്തിൽ നീ വന്നണയൂ. നെവിൻ പാടി കഴിഞ്ഞിട്ട് ഒന്ന് കൂളായില്ലേ? കുളായി. എന്നാലും എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ മാർക്സ് കാണാലോ. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് സംശയം. അതാണ് ഇനി ആ ജഡ്ജസ് പറയുന്നത് കേട്ടാലേ ഒരു സമാധാനാവുള്ളൂ അല്ലേ? അത് മുഖത്ത് ഭയങ്കര എവിഡന്റാ. ശരി സിസ്ലി, ഞങ്ങളൊന്ന് റിലാക്സ്ഡ് ആവട്ടെ, പെട്ടെന്ന് പറയൂ. ഹായ് നെവിൻ. ഹലോ. അയ്യോ, ഈ ചിരി ഒന്ന് കാണാനായിട്ട് എത്ര നേരമായി പാട്ടില് പാടിക്കൊണ്ടിരുന്നപ്പോ. എന്ത് സീരിയസ് ആയിരുന്നു? എന്തായിരുന്നു പ്രശ്നം? എന്നാലും നമ്മൾ പരമപിതാവിന്റെ കാരുണ്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഇത്രയും സാഡ് ആവണ്ടായിരുന്നു. ഇച്ചിരിയും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട്. മേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യാശയാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇച്ചിരി കൂടി ഒരു ഹാപ്പി ആയിട്ട് പാടായിരുന്നു. മോൻ ഇച്ചിരി സാഡായി പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സോങ്ങില്
കഴിഞ്ഞ മോൻ പാടിയ റൗണ്ടിൽ നമുക്ക് അറിയാമല്ലോ ഒരുപാട് ഡിഫിക്കൽട്ടീസ് മോൻ തന്നെ അറിയാമല്ലോ അല്ലേ, സൗണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ മോൻ അത് റീഗെയിൻ ചെയ്തുകൊണ്ട് വന്ന് ഇന്ന് നമുക്ക് ആ നല്ല നെവിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റി ഈ പാട്ട്. എന്ത് ചെയ്തു, എന്ത് ടെക്നിക്കാണ് ചെയ്തത് വീട്ടിൽ പോയിട്ട്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്തു സാധകം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നെവിൻ, നല്ല ഡിഫറൻസ് ഉണ്ട്, ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് ആണ്. ആൻഡ് മോന് ഇപ്പോഴാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വേദിയിൽ ലാൻഡ് ചെയ്തത്. അതായത് നമുക്കൊരു പക്ഷിക്ക് ഫ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനൊന്ന് പ്ലാറ്റ്ഫോം വേണം നിൽക്കാനായിട്ട് അല്ലേ, എന്നിട്ടല്ലേ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മോൻ ഇപ്പോഴാണ് ആ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ലാൻഡ് ചെയ്തത്. സോ മോൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആ ശബ്ദം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ സ്റ്റേജിലൊക്കെ മോൻ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പാടാനും പറ്റുന്നില്ല. നമ്മുടെ സിംഗേഴ്സിന് നമുക്ക് നമ്മുടെ ബേസിക് വേണ്ടത് നമ്മുടെ ശബ്ദം കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. സോ മോൻ ഇപ്പം ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലൈ ചെയ്യണം. ഫ്ലൈ ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ പാട്ടിലേക്ക് ഇറങ്ങണം. സോ ഈ സ്റ്റേജിൽ സെക്കൻഡ് റൗണ്ടിൽ സക്സസ്ഫുൾ ആയിട്ട് മോൻ ലാൻഡ് ചെയ്തു എന്നുള്ളതിൽ അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. സോ വെരി ഗുഡ്. ഇനി പാട്ടിൽ മോൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, ടെക്നിക്കാലിറ്റീസ്. പക്ഷേ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ റൗണ്ടിനേക്കാൾ. ഇതൊരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള, എനിക്കൊന്ന് നെവിൻ്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ ഇതിൽ ഹൈ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും നെവിൻ്റെ ഒരു ക്യാരക്ടറും എന്താ പറയുക നെവിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിനും സൗണ്ടിനും ഒക്കെ പറ്റിയൊരു സെലക്ഷൻ. ആരാ സെലക്ട് ചെയ്ത ഈ സോങ്? ഞാൻ തന്നെ സെലക്ട് ചെയ്തു. മോൻ ഇത് നേരത്തെ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി കോമ്പറ്റീഷൻ ഒക്കെ പാടിയ പാട്ടാണ്. അത് പറ, അതാണ് ഇത്ര കോൺഫിഡൻസ്. വെരി ഗുഡ്. അപ്പം നമുക്ക് മോൻ ഇനി ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടി വാക്കുകൾ, ടെമ്പോ ഒന്ന് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പാടാനായിട്ട് നോക്കണം. ഇച്ചിരി ഒന്ന് ഓടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ടെമ്പോയിൽ നിന്ന് കേട്ടോ. രണ്ടാമത്തെ കാര്യം ഫ്രേസിങ്. മോൻ പാടുമ്പോൾ ആ ഒരു ലൈനിൽ ഇന്നെൻ്റെ ശിരസിൽ ഞാൻ വഹിച്ചിടുന്നു, ആ വാക്കൊന്ന് പാടാമോ, ആ ലൈൻ ഒന്ന് പാടാമോ? ചരണം. കാൽവരി മലയിൽ നീ ചൂടിയ മുൾമുടി ഇന്നെന്റെ ശിരസിൽ ഞാൻ വഹിച്ചിടുന്നു. നേരത്തെ ഋതത്തിൽ പാടിയപ്പം വഹിച്ചിടുന്നു ഇച്ചിരി നേരത്തെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ വാക്കുകൾ പറയുന്ന കൃത്യമായ ടെമ്പോയിൽ നിൽക്കുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മോൻ ഋതത്തിലിട്ട് പാടി നോക്കണം. എന്തെങ്കിലും ഒരു ഋതം ഇട്ടിട്ട് ഇതിൻ്റെ സ്പീഡിൽ പാടി നോക്കാം. നമ്മൾ സ്ലോയിൽ പാടി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് ടെമ്പോയിൽ പാടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ ഋതത്തിൽ തന്നെ പാടി നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ മോനെ, നന്നായിട്ട് പാടി, വെരി ഗുഡ്. അടുത്ത പ്രാവശ്യം ഹാപ്പി ആയിട്ട് നിന്ന് പാടണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. നെവിൻ, എന്തോ നെവിനിൽ ഞാൻ കാണുന്നത് വളരെ വ്യത്യാസമുള്ള ഒരു സിംഗറായിട്ടാണ് ഇത്തവണ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞോണം അറിയാലോ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആ വോയിസിന്റെ. ഇപ്പൊ എത്രയല്ലോ പഠിക്കുന്നത്? 9. ഏകദേശം ഒരു കാലഘട്ടത്തിലാണ് ഈ വോയിസ് ഒക്കെ ഒന്ന് മാറി കുറച്ച് ഇരുത്തുള്ള ഒരു വോയിസ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ മോനിപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞു, ഓൾമോസ്റ്റ് യു ഹാവ് ലാൻഡഡ്. ആ ഒരു വോയിസിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നേക്കാളും വളരെ മനോഹരമായിട്ട് മോൻ പാടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പിച്ച് അത് നമ്മൾ കുറച്ച് ലോവലായിരുന്നു പാടി നമ്മൾ പ്രാക്ടീസിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്നുകൂടെ അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് ഹൈ പാടി നോക്കാമെന്ന് വെച്ചപ്പോൾ അത് മോൻ വളരെ നന്നായിട്ട് പാടി. പ്രത്യേകിച്ച് ഹൈ നോട്ട്സൊക്കെ വളരെ കൂളായിട്ട് അതിൽ ഇപ്പോൾ ഗാ വരെ എത്തുന്നുണ്ട്. ഹൈലത്തെ ഡിയിൽ ഗാ വരെ എത്തി തിരിച്ച് വരിക എന്നൊക്കെ പറയുമ്പോൾ നല്ല പിച്ചാണ് അത്. കാരണം മോനിപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ഹൈ റേഞ്ച് പാടാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഡിയിൽ പാടിയപ്പോൾ തന്നെ മോൻ വളരെ നന്നായിട്ട് അത് ആ ഫ്രേസൊക്കെ വളരെ കൂളായിട്ട് ആ നോട്ടൊക്കെ എത്തി, വളരെ ഈസി ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വേറൊരു ഐഡിയ കൊടുക്കേണ്ടത് ഓർക്കസ്ട്രയ്ക്കാണ്. കാരണം അവർ അതിൽ ഒരു സ്കെയിലിൽ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അടുത്ത ഒരു നോട്ട് ജമ്പ് ചെയ്ത് അതിലെല്ലാവരും ഒരുമിച്ച് ഒന്ന് വായിക്കുകയാണ് അതൊക്കെ. കാരണം അത്ര എളുപ്പമല്ല അത്, അവർ പ്രാക്ടീസ് ചെയ്ത് പോലും ചെയ്തിട്ടില്ല അല്ല, അത് ഡയറക്റ്റ് ടേക്ക് ആയിരുന്നു അത്. അതിൻ്റെ ഹാർട്സ് ഓഫ് ടു നല്ലൊരു ഐഡിയ ഓൾ ദ മ്യൂസീഷ്യൻസിന്. അത് ശരി. ഓ, കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്.
ഗിറ്റാർ ഇതൊക്കെ. കാരണം ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ പെട്ടെന്ന് പിച്ച് മാറ്റി വായിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണത്. പക്ഷെ അതൊക്കെ ഇവരൊക്കെ ഒരു ഹൈലി ടാലൻറ്റഡ് ഹൈലി പ്രൊഫഷണൽ മ്യൂസീഷ്യൻസിനെ അത് സാധിക്കും. അപ്പോൾ അതൊക്കെ വളരെ സപ്പോർട്ട് ചെയ്ത് അവർ വളരെ നന്നായിട്ട് പ്ലേ ചെയ്തു. അപ്പോൾ മോനൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലോ റേഞ്ച് എത്തുമ്പോൾ ഈ ഒരു സമയത്താണ് മോനിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് പാടാവോ? ഫസ്റ്റ് ലൈൻ പല്ലവി. പരമപിതാവാം അപ്പൊ അത് ഡി അല്ലേ നോട്ട്? ലാ 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 ലാ. ആ നോട്ടൊന്ന് പാടി. ലാ ലാ. അത് കുറച്ചുകൂടെ ത്രോയിൽ പാടാൻ പറ്റും. ലാ 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 ലാ. ചുമ്മാ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ലോയ്ക്ക് ഇങ്ങനെ ഓരോ കീബോർഡ് വായിക്കും മോൻ? കീബോർഡ് പള്ളിയിൽ വായിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കീബോർഡ് വീട്ടിലുണ്ട് അല്ലേ? അപ്പൊ ഈ ഇപ്പൊ പ്രിൻസേട്ടൻ വായിച്ചതുപോലെ ആ നോട്ട് പാടി പുറകിലോട്ട് വരണം. അപ്പൊ അത് ആ സാന്ന് ഹൈ സാലിക്ക് പോവാ, പിന്നെ അതിന്റെ മേലേക്കും പോവാ, ഓരോ ഒക്ടേവ് പാടാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണ് റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാ കിട്ടി, പിന്നെ അതിൻ്റെ പുറകിലോട്ട് പോയി അത് വീണ്ടും എ വരെ എത്തി, അതിന് വീണ്ടും സാലിക്കാണ് നമ്മൾ പോകുന്നത്. അത് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഈ പിച്ച് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പാട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഒന്നെങ്കിലും ഒരു കമ്പോസർ ഒരു പർട്ടിക്കുലർ സിംഗറിന് വേണ്ടിയിട്ടായിരിക്കാം അത് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പാട്ട് അതിന് ഏബിളായിട്ട് പാടുന്ന ഒരു സിംഗർ വെച്ചിട്ടായിരിക്കാം അവർ പാടിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് മോൻ ഈ ഒരു പാട്ട് പാടുകയാണെങ്കിൽ മോന് തന്നിട്ടുള്ള റേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു പിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പിച്ച് സെലക്ട് ചെയ്തിട്ട് പാടുക. ഇപ്പോൾ പെട്ടെന്ന് ലോ ആയിരുന്നു, നമ്മൾ ഉടനെ തന്നെ പിച്ച് മാറ്റിയപ്പോൾ ആ ഒരു വ്യത്യാസം കണ്ടോ? അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഏതായാലും മോന് നല്ല പ്രോമിസിങ് ടാലൻ്റാണ്. ഇതൊന്നും പേടിക്കേണ്ട. ഇനി കുറേ കൂടെ ഇപ്പോൾ സിസ്ലി മാം പറഞ്ഞതുപോലെ ഒരു ലാൻഡ് ചെയ്ത് ഇനി ഫ്ലൈ ആണ്, ഇനി ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങ് പറക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല ടാലൻ്റാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. അച്ഛാ കൺഗ്രാജുലേഷൻസ് നെവിൻ, നന്നായി പാടി. നെവിനിവിടെ ഇപ്പോൾ മനോജ് സാറൊക്കെ പറഞ്ഞ പോലെ ഹൈ പിച്ചാണ് ഇപ്പോൾ ഈസിയായി മാറിയിരിക്കുന്നത്. അതെ, ഹൈ പിച്ച് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഈ ഏജിൽ വോക്കൽ കോഡ്സ് ഗ്രോ ചെയ്യാണ്. അത് ആൺകുട്ടികളിലും പെൺകുട്ടികളും പ്യൂബർട്ടിയിലെത്തുമ്പോൾ വോക്കൽ കോഡ്സ് ഗ്രോ ചെയ്യും, വളരും. പക്ഷെ പെൺകുട്ടികളിലെ വോക്കൽ കോഡ്സിൻ്റെ വളർച്ച അത്ര ഗൗരവമില്ലാത്ത ചെറുതായിട്ടുള്ളൂ. പക്ഷെ ആൺകുട്ടികളുടെ വലിപ്പം കൂടുകയാണ്, വോക്കൽ കോഡ്സിന് നീളം കൂടുകയാണ്, എലോങ്ങേഷൻ ഓഫ് മസിൽസ്. അപ്പോൾ അതാണ് ഈ വോയിസ് ചേഞ്ച് ആവുന്നത്. അതിൻ്റെ കമ്പനം കുറയുകയാണ്. ഫീമെയിൽ വോയിസിൽ കമ്പനം കൂടുതലാണല്ലോ, അതിൻ്റെ ഹൈ ഫ്രീക്വൻസി വോയിസ് ഇരിക്കുന്നത്. നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു നെവിൻ. നെവിൻ ഞങ്ങളുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞപ്പോഴാണ് നെവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞത്. അതുവരെ ഒന്ന് വല്ലാണ്ട് വിഷമിച്ചല്ല. ഈ ശബ്ദം മാറുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്സാണ്. എനിക്ക് വോയിസ് ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് കുട്ടികളെ അറിയാം. ആ സ്ട്രെസ്സ് ടെൻഷൻ ഒരുപാട് ഉണ്ടാക്കും നമുക്ക്. പ്രത്യേകിച്ച് നന്നായി പാടിക്കൊണ്ടിരുന്നിരുന്ന ആളുകൾക്ക് ഭയങ്കര സ്ട്രഗിളാണ്. അപ്പോൾ ഏതായാലും ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി നല്ല സന്തോഷത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമായിട്ട് നെവിൻ ഇതിനെ കണക്കാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു നെവിൻ. അപ്പൊ ഇപ്പത്തെ പാട്ടിന്റെ മാർക്ക് നോക്കട്ടെ. പൊളിച്ച നെവിന് 8 മാർക്ക്. താങ്ക് യു. മനോജ് ചേട്ടാ, ഈ ഇംപ്രൂവ്മെന്റ് കാണിച്ചതിലും അതുകൊണ്ട് തന്നെ മാർക്കിലും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 8 മാർക്സ്. താങ്ക് യു. സിസ്ലി. നിവിൻ ഇനി അങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ ഒരു എൻകറേജ്മെന്റിന് 8 മാർക്സ്. താങ്ക് യു. ഇത്രയും അധികം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിരിക്കുന്നത് നെവിനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ട് വന്നപ്പോഴത്തേക്ക് നെവിൻ 6 മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. വിച്ച് ഈസ് ഫ്രം 18 ടു ഇപ്പൊ വന്ന് നിൽക്കുന്നത് 24 മാർക്സ് ആണ്.
ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണു നെവിൻ. ഈ ഒരു മാറ്റം ഇതേപോലെ ഇപ്പൊ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ശരിക്കും ഇപ്പൊ റിലാക്സ്ഡ് ആയി. ആ ക്വസ്റ്റ്യൻമാർക്ക് എല്ലാം പോയി. ഇനി ഇതുമായിട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് വേണം മൂന്നാമത്തെ പാട്ട് പാടുമ്പോ വേദിയിൽ വരാൻ. കൂൾ? യെസ്, കാണാം. താങ്ക് യു. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. മറ്റാരുമല്ല, ജോഷുവ ജോയ്. യെസ് ജോഷുവ, ഭയങ്കര വലിയ നല്ല ഭയങ്കര സ്റ്റൈലിലൊക്കെയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. ഇതാരാ ഇന്ന് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് വിട്ടിരിക്കണേ? പപ്പയും മമ്മി. ആഹാ, മുണ്ടെടുത്തിട്ട് അതിന്റെ കൂടെ ഷൂസ്, ഭയങ്കര സ്റ്റൈലിലാണല്ലോ. എന്താണ് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടൊന്നും അല്ല പാടാൻ പോകുന്നത്, മാതാവിന്റെ പാട്ടല്ലേ? ഓക്കെ, ശരി. പാട്ടിലുണ്ട് പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു? അതും പപ്പയും മമ്മിയും കൂടെ മോണിറ്റർ ചെയ്തിട്ടാണോ? ഞാൻ സെമിനാരിയിലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട്. ഓ, അവിടെ പഠിക്കാണോ? ഓ കൂൾ. അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് സെമിനാരിയിൽ പഠിക്കുന്നത്. അപ്പൊ അന്ന് വന്നപ്പം അത് കഴിഞ്ഞാ പോയി. ഓ, അതാണ്. ഗ്രേറ്റ്. അപ്പൊ മോൻ എവിടെയാ സ്ഥലം? ഏതാ? കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി. ആഹാ. അപ്പൊ ഇപ്പൊ അവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? ജൂണില് ജോയിൻ ചെയ്തു. എന്നിട്ട് എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? അവിടെ അടിപൊളിയാ. മോനപ്പോ ഏത് ക്ലാസ് കഴിഞ്ഞിട്ടാ പോയേ? ഞാൻ 10th കഴിഞ്ഞിട്ട് നേരെ പോയി. മോന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹമായിരുന്നോ? ആണോ? അതെ. അത് ഗ്രാൻഡ് പാരന്റ് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ചെറുപ്പം മുതലേ മോന്റെ മനസ്സിലുണ്ടോ? ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോ അച്ഛന്മാരൊക്കെ കാണുമ്പോ എന്തോ ഒരു ഇഷ്ടം തോന്നും. എനിക്ക് അതുപോലെ ആവണം എന്നൊരു താല്പര്യമുണ്ടോ? ആഹാ. ഓ, അപ്പൊ ഇപ്പൊ അവിടെയൊക്കെ സെറ്റായി, ഇഷ്ടപ്പെട്ടു. ഓക്കേ, വളരെ നല്ലൊരു കാര്യം. അപ്പോ ഈ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ അന്ന് വന്ന് നിന്നപ്പോ ജോഷുവ 10th പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഇവിടെ വന്നു. ഇന്ന് വന്നപ്പോൾ വേറൊരു ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്നാണ് ഇന്നിപ്പോ വന്ന് നിൽക്കുന്നത്. ആ ഒരു മാറ്റം പാട്ട് ഇന്നിപ്പോ ഒരു വേദിയെ ആ ഒരു എന്താ പറയാ ആ ഒരു മേഖലയെ റെപ്രസെന്റ് ചെയ്തിട്ടല്ലേ വന്ന് നിൽക്കണേ. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിക്കണമെന്നോ, പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ പാടണമെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ജോഷുവയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണ്? ഇപ്പം നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. അവിടെ സെമിനാരിൽ തന്നെ അച്ഛന്മാരൊക്കെ ഫുൾ എൻകറേജ് സപ്പോർട്ടാണ്. അപ്പൊ അവിടുന്ന് അവരെല്ലാരും ചേർന്നിരുന്ന് മോനെ പഠിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഓരോ സമയം തരും. അപ്പൊ അവര് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പാട്ടിന് വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞാലും അവര് ഫുള്ള് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ പോളച്ചന്റെ കൂടെ ഇനിയിപ്പം ആ ഒരു ഇതില് കാണും, ട്രാക്കില് ഫ്യൂച്ചറിൽ നമുക്ക് കാണാം എന്തായാലും. അപ്പൊ ഇന്ന് മാതാവിന്റെ പാട്ടാണ് മോൻ പാടാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും ജോഷുവയ്ക്ക് നേരുന്നു. നന്നായിട്ട് പാട്ടിന് ശേഷം കാണാം. താങ്ക് യു. ബെസ്റ്റ്.
വാഴ്ത്തുന്നിതാ എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കൃപ നിറയും പ്രശാന്തറാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തറാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. ജോഷുവ, എന്തോ ഹാപ്പിയാണോ പഠിക്കഴിഞ്ഞിട്ട്? പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു അല്ലേ? 10th എല്ലാ സബ്ജക്ട്സിനും A+ ആയിരുന്നു ജോഷുവയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇങ്ങനെ പഠിത്തം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള, വളരെ ദൈവഭക്തിയുള്ള ഒരു കുട്ടിയാണ്. ജോഷുവയുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇതിൽ സെമിനാരിയിൽ പോയി ചേർന്നതാണ്. അച്ഛനും അമ്മയും അതിനുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ടല്ലേ? മോന്റെ ആഗ്രഹം എന്താ? ഇനി എന്താ മുന്നോട്ട് പഠിക്കണം എന്നാണ് ആഗ്രഹം? ഈ അവിടെ തന്നെ നിന്ന് അവിടെ നിന്നോണ്ട് എന്ത് പഠിക്കണം എന്നാണ് മുന്നോട്ട്? എനിക്ക് സയൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സയൻസ് ഫീൽഡിലേക്ക് തന്നെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യമാണ്. പക്ഷെ അതിന്റെ കൂടെ സംഗീതം എപ്പോഴും വേണം അല്ലേ? ഓക്കെ, ജോഷു ഇപ്പൊ പാടിയ ഈ ഒരു ഗാനത്തിന്റെ നമുക്ക് ചോദിക്കാം. പൊളിച്ച ജോഷു വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ് താങ്ക് യു. ബ്രദർ ജോഷു. ഏത് സെമിനാരിയിലാണത്? കണ്ണൂര് ഇരിട്ടി OSFS. നല്ല വോയിസ് ഉണ്ട് ജോഷുവയ്ക്ക്. നല്ല വോയിസ്, നല്ല ഫ്രീ ഫ്ലോയിങ് വോയിസ്. നല്ല പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട് ഈസി ആയിട്ട്. വളരെ പിന്നെ ഏറ്റവും പ്രത്യേകത കണ്ടത് വളരെ ഗ്രേസ്ഫുൾ പ്രസന്റേഷനാണ്. നല്ല സ്മൈലിംഗ് ഫേസോട് കൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നന്നായി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നതിൻ്റെ അർത്ഥം അല്ലേ? ഹോംവർക്ക് നന്നായിട്ട് നടത്തിയിട്ടുണ്ട് പാട്ടിൽ. എനിക്കൊരു ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ. വാഴ്ത്തിടുന്നതാന്ന് പറയുന്നുണ്ടല്ലോ ആ ഭാഗം. വാഴ്ത്തിടുന്നിതാ. ആ ദാ എന്നുള്ളത് ആയാണല്ലോ. അപ്പോൾ വായ അടയ്ക്കാൻ പാടില്ല. അപ്പോൾ യൂഷ അവിടെ വായ അടയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ വോയിസ് ഡിസ്റ്റോർഷൻ വരും. തുറക്കണം. ആ വായ തുറന്ന് പിടിക്കുമ്പോഴേ റെസൊണൻസ് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആ ഭാഗം ഒന്ന് വായ തുറന്ന് പിടിച്ചിട്ട് വാഴ്ത്തിടുന്നിതാന്ന് പറയുമ്പോൾ വായ തുറക്ക അടഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമായി. മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഒന്ന് നോക്കാവോ അതൊന്ന് പാടി? എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കറക്റ്റായി. അതിൻ്റെ വായ തുറക്കണം അവിടെ. അപ്പോൾ ആ കാരം കറക്റ്റായിട്ട് വരുള്ളൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മോൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ദൈവം നടത്തി തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ സക്സസ്. താങ്ക് യു. മനോജ് ചേട്ടാ. ജോഷ്വ വളരെ ഭംഗിയായിട്ട് ഈ പാട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. കാരണം എനിക്ക് ഈ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സോങ്. ഇതാരെ കമ്പോസ് ചെയ്തേ? ഷാജി തുമ്പച്ചിറയിൽ. നല്ല മെലോഡിയസ് സോങ്. ഒരു റഗ്ഗെ സ്റ്റൈലിലുള്ള ഓർക്കസ്ട്രേഷനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നല്ല വൈബായിരുന്നു. അത് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തു ഓർക്കസ്ട്ര. പിന്നെ മോന് നല്ല ശ്രുതിയും അതുപോലെ തന്നെ നോട്ടുകളൊക്കെ വളരെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പാടുന്നത്. നല്ല ശബ്ദമുണ്ട്. ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ കുറച്ച് മോൻ പാടുമ്പോൾ ഈ പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ, അത് ഇത്തിരി ഇങ്ങനെ പിടിച്ച് പാടുന്ന പോലെ തോന്നി. ഇത്തിരി സ്ട്രെയിൻ ചെയ്തിട്ട് പാടുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രത്യേകിച്ച് വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് ആ ഒരു ഇത് മാത്രമാണ് തോന്നിയത്. അതർവൈസ് യു ഹാവ് എ വെരി ഗുഡ് ടാലൻറ്റ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു അച്ഛനായി, നല്ല സിംഗറും അതുപോലെ തന്നെ നല്ലൊരു സയന്റിസ്റ്റും എല്ലാമായി മാറട്ടെ കേട്ടോ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സിസ്ലി.
ഹായ് ജോഷുവ, ബ്രദർ ജോഷുവ. ചെറിയ റെസ്പെക്റ്റോടു കൂടിയൊക്കെ ഇനി വിളിക്കണമല്ലോ ബ്രദർ. കാരണം കഴിഞ്ഞ റൗണ്ട് ഫാസ്റ്റ് റൗണ്ട് അല്ലായിരുന്നോ? അന്ന് കണ്ട ആ ഒരു ജോഷുവിനെ അല്ല ഇപ്പൊ കാണുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു ജോഷുവ അല്ലേ? ബ്യൂട്ടിഫുൾ മോനെ. എന്തൊരു വലിയ കോളിംഗ് ആണ്. അങ്ങനെ ഒരു കോളിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു 5 മിനിറ്റ് ബോറടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ബോറടിച്ചിരിക്കുക. പണ്ടൊക്കെ നമ്മൾ വെറുതെ പ്രകൃതിയിലോട്ടൊക്കെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനുഷ്യരെ കാണുക. ഇപ്പം ആ സമയം നമുക്ക് ഫോൺ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ആ 5 മിനിറ്റ് ബോറടിക്കാതിരിക്കാൻ ഫോണുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ബോറടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സെമിനാരിയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളിങ്ങിലോട്ടൊക്കെ ആൾക്കാർ എത്തിപ്പെടുക എന്ന് ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ കർത്താവ് ഉയർത്തുന്ന കണ്ടോ, 10th സ്റ്റാൻഡേർഡിലായിട്ടുള്ളൂ ഈ വയസ്സിലൊക്കെ കർത്താവ് വിളിക്കുകയാണ്. എന്തൊരു വലിയ കോളിംഗ് ആണ്. മോനെ കാണുമ്പം മോനെ പറഞ്ഞ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസിഷൻസിലാണ് ഒന്നാണിത് അല്ലേ? ഏറ്റവും വലിയ ഡിസിഷനാണ്. അപ്പം ഈ പ്രായത്തിൽ മോനെ ആ കോളിംഗ് കിട്ടി അതിലേക്ക് വരിക എന്ന് പറയുന്നത് എനിക്ക് ഇതുണ്ടായി, പെട്ടെന്നൊരു ബോഡി മുഴുവൻ ഒരു അഭിഷേകം ഉണ്ടായി അത് കേട്ടപ്പോൾ കേട്ടോ. അപ്പോൾ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടിലൂടെ പരിശുദ്ധ അമ്മയും മോൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ കേട്ടോ. ദൈവം വിളിച്ചിരിക്കുന്ന ആ കോളിങ്ങിലോട്ട് മോനെ ഉയർത്തട്ടെ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഈ പാട്ട് കഴിഞ്ഞ റൗണ്ടിലും മോന് ഈ ശബ്ദം നിങ്ങളുടെ ഈ പ്രായമാണല്ലോ, ഈ ഏജ് ആണല്ലോ, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും മോൻ ഇങ്ങനെ പിടിച്ച് പാടുന്നത്. പക്ഷേ ഇപ്പം നെവിനെ കണ്ടില്ലേ, നെവിൻ ഇച്ചിനോട് ഫ്രീ ആയി. അപ്പം മോൻ ആ ഒരു കാര്യം ഒന്ന് ഇനി മനസ്സിൽ നിന്ന് വിട്ടോ. എൻ്റെ ശബ്ദം ഇടറുവോ പതറുവോ അതിന് നമ്മൾ മാർക്ക് ഇവിടെ കുറയ്ക്കത്തില്ല. ബിക്കോസ് നിങ്ങളുടെ സ്റ്റേജ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം മോൻ ഇനി അങ്ങനെ പേടിച്ച് പാടണ്ട, ഫ്രീ ആയിട്ട് അങ്ങ് പാടിയാൽ മതി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ അകാരങ്ങൾ വരുന്നിടത്തൊരു ഓ ശബ്ദം വരാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. അത് ഈ മൗത്തിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ആ വാ വെക്കുന്നത് ആന്ന് തന്നെ കേൾക്കണം, ആന്നുള്ളത് ആന്ന് തന്നെ കേൾക്കണം. അപ്പം തന്നെ ഓ വെക്കുമ്പോൾ നോമം അങ്ങനെ ആയിപ്പോ നാമം വാഴ്ത്തുന്നിതാ ആ ആകാരങ്ങളൊക്കെ അതുപോലെ തന്നെ കേൾക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം അതൊന്ന് മോൻ പ്രാക്ടീസ് ചെയ്യണം, കോൺഷ്യസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതിൽ കോറസ് ഉണ്ടായിരുന്നോ? കൃപ നിറയും അത് കോറസ് അല്ലേ? ഏതാ പിന്നെ കോറസ് വരുന്നത്? അപ്പൊ കോറസ് ഉള്ളപ്പോ കോറസിന് മോന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇവിടെ ഉള്ള പാടാൻ വന്നിരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഫ്രണ്ട്ലി ആയില്ലേ, പിന്നെ അവരോട് ചോദിക്കാം നമുക്കൊന്ന് ഇത് കോറസ് ഒന്ന് കാരണം ആ കോറസും കൂടെ വരുമ്പോഴാണ് ആ പാട്ടിനൊരു ഇഫക്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതിനി സെമിനാരിലായത് കാരണം ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് സാലി ഇവിടെ വന്നിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ മതി. കയറുന്നതിന് ഒരു 2 ലൈനൊക്കെ ഉണ്ടാവുമല്ലോ, 4 ലൈനല്ലേ മാക്സിമം കോറസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു, നൈസ് സിംഗിങ്. താങ്ക് യു. ജോഷുവ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് നല്ല മാർക്കുമായിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അവിടെ എത്ര പേരാണ് ജോഷുവയുടെ മാർക്കിന് വേണ്ടിയിട്ടും ഈ ഒരു എന്താ പറയാ ഇവരെന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ അറിയാനും ഇവിടുത്തെ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്നത് അല്ലേ? മോൻ ആദ്യത്തെ പാട്ടിന് എത്ര മാർക്കായിരുന്നു? ഫസ്റ്റ് പാട്ട് 22.5. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു മാതാവിന്റെ ഗാനത്തിന് എത്ര മാർക്കാണെന്ന് നോക്കാം. സിസ്ലി ബ്രദറിന് 8.5. താങ്ക് യു മാം. മനോജ് ചേട്ടാ ബ്രദറിന് 8.5. താങ്ക് യു സർ. അച്ഛാ ബ്രദർ ജോഷുവ 8.5. താങ്ക് യു. അപ്പൊ അങ്ങനെ 22.5 നിന്നും 25.5 മാർക്സ് ഓൺ 30. അപ്പോ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് പോണത്. പക്ഷെ ഇനി ഒരു പാട്ടും കൂടെ, അതായത് മെലഡി കാറ്റഗറിയിലുള്ള ഒരു പാട്ടും കൂടിയാണ് ബ്രദർ ജോഷുവയ്ക്ക് ഇനി ഈ വേദിയിൽ പാടാനുള്ളത്. അപ്പോൾ പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വരണം. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, ആണ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ബൈ. പഴയ അൽഫോൻസ അല്ല ഇത്. സത്യം പറയാം, മുഖം മൂടിയിട്ട് വേറെ ആളായിട്ട് വന്നിരിക്കുകയാണോ? ഞാനും നാകും നേരം കാരുണ്യം കനലായി നാവിൽ നലിയുന്നു.
എന്റേതാകുമ്പോൾ. ഇവാൻ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പാടിയതിലും വെച്ച് അതിഗംഭീരമായിട്ട് പാടി. എന്നെ തേടി വന്ന യേശുനാഥൻ കൈപിടിച്ചുയർത്തി കണ്ണിൽ ചേർത്തു നിർത്തി സ്നേഹമോടെ ഉമ്മ വെച്ചുണർത്തി എന്നെ പേര് ചൊല്ലി വിളിച്ചു അറിയാതെ കണ്ണുനീർ വന്നു. ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ടാലൻസിന് ചില സമയത്ത് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചില സമയത്ത് ലിമിറ്റഡ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു ക്ലാസിക്കൽ റൗണ്ട് വന്നു വിചാരിച്ചു, അപ്പോൾ ഈ ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് അത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഏത് മ്യൂസിക്കിൻ്റെ ഏത് വശത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ മാത്രം സജ്ജമാകണമെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് ആവശ്യമുണ്ട്. പ്രൊഫഷണൽ ട്രെയിനിങ് നന്മയുടെ സ്വരമായുയരുക നാം, തിന്മയുടെ കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ